ലക്ഷ്മിയോട് ഷാനവാസ് സീക്രട്ട് ടാസ്കിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നുണ്ട്. ഷാനവാസ് സീക്രട്ട് ടാസ്ക് ചെയ്യുന്നതിനായിട്ട് സഹായിയായിട്ട് വിളിച്ചിരിക്കുന്നത് ലക്ഷ്മിനെയാണ്. കൺഫഷൻ റൂമിലിരുന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. ബിഗ് ബോസ് ഷാനവാസിൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് സഹായിയായിട്ട് ഒരാളെ വിളിക്കാം, ആരെയാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മിയുടെ പേരാണ് പറഞ്ഞത്. ലക്ഷ്മിനേക്കാൾ നന്നായിട്ട് ആര്യനും അക്ബറൊക്കെ സീക്രട്ട് ടാസ്ക് ചെയ്യും. പക്ഷേ കഴിഞ്ഞ ഒരു സീക്രട്ട് ടാസ്ക് നടത്തിയപ്പോൾ അവർ കാരണമാണല്ലോ ഷാനവാസ് നാണം കെട്ടത്. അപ്പോൾ അവരെ കൂടി പ്രാങ്ക് ചെയ്യാനാണ് ഇത്തവണ ഷാനവാസ് നോക്കുന്നത്. അപ്പോൾ ഒരു ഫേക്ക് മിഡ് വീക്ക് എവിക്ഷൻ ബിഗ് ബോസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷാനവാസ് വേണം അത് എക്സിക്യൂട്ട് ചെയ്യാൻ. ഷാനവാസ് പറയുന്ന ഒരാളെ ടാർഗറ്റ് ചെയ്യാനാണ് ബിഗ് ബോസ് പറഞ്ഞത്. ഷാനവാസ് പറഞ്ഞത് ആദിലയുടെ പേരാണ്. നമ്മൾ ഓൾറെഡി പ്രൊമോയ്ക്കകത്ത് കണ്ടിരുന്നു. എല്ലാവരും തന്നെ ആദിലയുടെ പേര് പറഞ്ഞ് ആദില പുറത്തേക്ക് പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം പ്രധാന വാതിൽ വഴി പുറത്തേക്ക് വരാൻ ഓൾറെഡി അനൗൺസ് ചെയ്യുന്നത് ഒരു പ്രൊമോയ്ക്കകത്ത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ലക്ഷ്മിയുടെ അടുത്ത് ഈ ഒരു കാര്യം ഷാനവാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവിൽ ഇപ്പോൾ സ്പോൺസർ ടാസ്ക് കഴിഞ്ഞ ഉടൻ തന്നെ ഷാനവാസ് ലക്ഷ്മിയുടെ അടുത്ത് ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ മിഡ് വീക്ക് എവിഷനിലൂടെ ആദില പുറത്തേക്ക് പോകുന്നു എന്നൊരു ന്യൂസ് ആദില അറിയുന്ന സമയത്ത് ലൈവായിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക.